അന്ന് കുറച്ച് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ച് മാർക്ക് ഉണ്ടാക്കായിരുന്നു. എടാ അന്നൊരു വാച്ച് കിട്ടിക്കൊണ്ടുപോയിരുന്നെങ്കിലില്ലേ സമയത്തിന് എക്സാം എഴുതി തീർക്കായിരുന്നു. ഞാൻ പറഞ്ഞാണ് അവനോട് 10:50 ബസ്സിന് പോയാൽ നമ്മൾ ലേറ്റ് ആവുമെന്ന് ഞാൻ പറഞ്ഞതാ. നമ്മൾ ഇങ്ങനെ പറയാറില്ലടാ, ഇങ്ങനെ നടന്നാ അങ്ങനെ നടക്കും, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ നടക്കുമായിരുന്നേനെ. ഇങ്ങനെ നമ്മൾ പറയുന്നതിനെയാണ് നമ്മൾ ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു ജുപോഡ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രാമർ വീഡിയോ. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇംഗ്ലീഷ് എക്സാം പേപ്പറുകളിൽ സ്ഥിരമായി വരാറുള്ള ഒരു അതിഥിയാണ് ഇഫ് ക്ലോസ്. കുറച്ച് ട്രിക്കിയാണ്. ഒരു 10 മിനിറ്റ് നിങ്ങൾ എനിക്ക് തരാണെന്നുണ്ടെങ്കിൽ ഒരു 2 മാർക്ക് ചുമ്മാ ഞാൻ മേടിച്ചു തരാം. സോ ഇഫ് ക്ലോസ് എന്ന് പറയുന്നതിലെ ഒരു കണ്ടീഷണൽ ക്ലോസ് ആണ്. അതായത് ഇങ്ങനെ നടന്നാൽ, ഒരു കണ്ടീഷൻ ഉണ്ട് അവിടെ, ഇങ്ങനെ നടന്നാൽ അങ്ങനെ നടക്കും, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ നടക്കുമായിരുന്നു, ഇങ്ങനെ പറയുന്നതിനാണ് നമ്മൾ ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. സോ ഈ കണ്ടീഷണൽ ക്ലോസിനകത്ത് 2 കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും. വി ക്യാൻ സി ഇഫ് ക്ലോസ് ആൻഡ് എ മെയിൻ ക്ലോസ്. ഈ 2 കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ മാത്രമേ ഇനി മുന്നിലേക്ക് മനസ്സിലാവുള്ളൂ. സോ ഈ ഒരു സെന്റൻസ് നിങ്ങൾ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തോ. ഇഫ് യു സ്റ്റഡി ഹാർഡ് യു വിൽ ക്രാക്ക് ദി എക്സാം. ഇവിടെ 2 പാർട്ട് ഉണ്ട്. ഈ കോമക്ക് തൊട്ട് മുന്നിലുള്ള ഇഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഭാഗത്തിനെയാണ് നമ്മൾ ഇഫ് ക്ലോസ് എന്ന് വിളിക്കുന്നത്. ഈ കോമ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചിരുന്നോ? ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. 2 പാർട്ട് ഉണ്ട് കണ്ടീഷണൽ ക്ലോസിൽ, ഇഫ് ക്ലോസും മെയിൻ ക്ലോസും. ഇഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കോമക്ക് തൊട്ട് മുന്നേ ഉള്ള പാർട്ടിനെയാണ് നമ്മൾ ഇഫ് ക്ലോസ് എന്ന് വിളിക്കുന്നത്. കോമക്ക് ശേഷം വരുന്ന ഭാഗത്തിനാണ് നമ്മൾ മെയിൻ ക്ലോസ് എന്ന് വിളിക്കുന്നത്. ഈ ഇഫ് ക്ലോസ് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആരും നിങ്ങളുടെ ഒരു മാർക്കും എടുത്തു കൊണ്ടുപോകാൻ പോകുന്നില്ല. കാരണം 3 ടൈപ്പേ ഉള്ളൂ. ഈ 3 ടൈപ്പ് നമ്മൾ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് ക്ലോസ് സെറ്റ് ആണ്. സോ 3 ടൈപ്പ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതിൽ എന്താണ് വ്യത്യാസം വരുന്നത്. ഈ 3 സെന്റൻസ് നോക്കിയോ. ഇഫ് യു സ്റ്റഡി ഹാർഡ് യു വിൽ ക്രാക്ക് ദി എക്സാം. ഇഫ് യു സ്റ്റഡീഡ് ഹാർഡ് യു വുഡ് ക്രാക്ക് ദി എക്സാം. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് ഹാർഡ് യു വുഡ് ഹാവ് ക്രാക്ക് ദി എക്സാം. 3 സെന്റൻസിൽ വരുന്ന മാറ്റം എന്താ? ഇവിടെ നമ്മൾ ഇഫ് ക്ലോസിൽ വരുന്നത് കണ്ടോ. ഇഫ് ക്ലോസിൽ ഇവിടെ V1 ആണ് വന്നത്, പിന്നെ വന്നത് V2 ആണ്, മൂന്നാമതായിട്ട് വന്നതിലെ ഹാഡ് പ്ലസ് V3 ആണ്. സോ ഇതാണ് 3 ടൈപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ഇഫ് ക്ലോസിൽ V1 വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ എന്ത് മാറ്റം വരും? ഇഫ് ക്ലോസിൽ V2 വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ എന്ത് മാറ്റം വരും? ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ എന്ത് മാറ്റം വരും? ഇത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇഫ് ക്ലോസിൽ V1 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം. സോ ഇഫ് ക്ലോസിൽ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുക. ഇഫ് യു ആസ്ക് ഫോർ എ കോഫി യു ക്യാൻ ഗെറ്റ് ഇറ്റ്. നീ ഒരു കോഫി ചോദിച്ചാൽ നിനക്കത് കിട്ടും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ നമ്മുടെ ഇഫ് ക്ലോസിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വെർബ് എന്ന് പറയുന്നത് V1 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യേണ്ട ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് വില്ല്, ക്യാന്, ഷോള്, മേ. ഈ 4 ഏതെങ്കിലും ഒന്നായിരിക്കണം. സിമ്പിൾ അല്ലേ? ഇത്രയും മാത്രം മനസ്സിലാക്കി. സോറി, അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ ഓക്സിലറി വെർബ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബ് എന്ന് പറയുന്നത് V1 ആയിരിക്കണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ക്യാൻ ആണ് ഞാൻ യൂസ് ചെയ്തത്, അതിന് ശേഷം വരുന്ന വെർബ് V1 ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ചിലപ്പോൾ നമ്മളോട് ചോദിക്കുന്നതില്ലേ, ഈ മെയിൻ ക്ലോസ് തന്നിട്ട് അതിന്റെ ഇഫ് ക്ലോസ് എന്തായിരിക്കും എന്നായിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. സോ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും ഭാഗമാണ് നമുക്ക് കിട്ടിയതെന്നുണ്ടെങ്കിൽ, അതിന്റെ ഇഫ് ക്ലോസിൽ വരുന്ന വെർബ് എന്തായിരിക്കും? ഓൾവേസ് V1 ഇവിടെ വേറൊരു എക്സാമ്പിൾ നോക്കിക്കോ. ഇഫ് യു വർക്ക് ഹാർഡ്, നീ നല്ലപോലെ പണിയെടുത്താൽ, ലെറ്റ്സ് സേ നമുക്ക് പറയാം നിനക്ക് ഒരു പ്രൊമോഷൻ കിട്ടും എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെന്നെങ്കിൽ ഇഫ് യു വർക്ക് ഹാർഡ് യു, നമുക്ക് ഇവിടുത്തെ ഈ 4 ഏതെങ്കിലും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് മേ യൂസ് ചെയ്യാം. യു മേ ഗെറ്റ് പ്രൊമോഷൻ. യു മേ ഗെറ്റ് പ്രൊമോഷൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന വെർബ് V1 മെയിൻ ക്ലോസിൽ യൂസ് ചെയ്തിരിക്കുന്ന വെർബ് V1 രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇഫ് ക്ലോസിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് V2 ആണെങ്കിൽ. എക്സാമ്പിൾ നോക്കിക്കോ. ഇഫ് യു ആസ്ക് ഫോർ എ കോഫി യു കുഡ് ഗെറ്റ് ഇറ്റ്. നീ ഒരു കോഫി ചോദിച്ചിരുന്നെങ്കിൽ നിനക്കത് കിട്ടിയേനെ. ഇവിടെ നമ്മൾ ഇഫ് ക്ലോസിൽ യൂസ് ചെയ്തിരിക്കുന്ന വെർബ് എന്ന് പറയുന്നത് V2 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യേണ്ട ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ്. ഈ 4 ഏതെങ്കിലും ഒന്നായിരിക്കണം. മാത്രമല്ല അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെയും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെയിൻ ക്ലോസിൽ യൂസ് ചെയ്തിരിക്കുന്ന വെർബും V1 തന്നെയാണ്. ഇവിടെ ഗെറ്റ് ആണ്, ഗോട്ട് എന്നല്ല എഴുതിയത്. നമ്മൾ വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതിയത് V1 തന്നെയാണ്. വേറൊരു എക്സാമ്പിൾ ഇവിടെ നോക്കിക്കോ. നമ്മൾ നേരത്തെ കണ്ട അതേ സെന്റൻസ് തന്നെ ഇവിടെ നമ്മൾ V2 ഇഫ് ക്ലോസിൽ നമ്മൾ V2 കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇഫ് യു വർക്ക് ഹാർഡ്, ഇതെന്താ V2 നമ്മുടെ ഇഫ് ക്ലോസിലുള്ളത് V2 വെർബ് ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസിൽ നമുക്ക് എന്താക്കി മാറ്റി എഴുതാം? യു. ഇവിടെ നമ്മൾ നേരത്തെ മേ ആണ് എഴുതിയത്, അതുകൊണ്ട് നമ്മുടെ ഇവിടെ മൈറ്റ് ആയിട്ട് മാറും. യു മൈറ്റ് ഗോട്ട് എന്നാണോ? ഗെറ്റ് എന്നാണ്. കാരണം നമുക്ക് വേണ്ടത് V1 ആണ്. യു മൈറ്റ് ഗെറ്റ്
പ്രൊമോഷൻ എന്നുള്ളതായിട്ട് മാറും. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഹാഡ് പ്ലസ് V3 ആണ്. നമ്മുടെ ഇഫ് ക്ലോസിൽ നമ്മൾ ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ക്ലോസിൽ എന്ത് മാറ്റം വരും? ഇഫ് യു ഹാഡ് ആസ്ക് ഫോർ എ കോഫി യു കുഡ് ഹാവ് ഗോട്ട് ഇറ്റ്. ഇവിടെ നമ്മൾ കണ്ടത് എന്താ? ഇഫ് ക്ലോസിൽ ഹാഡ് ആസ്ഡ് എന്നാണ് വന്നത്, ഹാഡ് പ്ലസ് V3 ആണ് വന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യേണ്ട ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് വുഡ് ഹാവ്, കുഡ് ഹാവ്, ഷുഡ് ഹാവ്, മൈറ്റ് ഹാവ് എന്നുള്ളതായിരിക്കണം. മാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഓക്സിലറി വെർബിന് ശേഷം നമ്മൾ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യേണ്ട വെർബ് എന്ന് പറയുന്നത് V3 ആയിരിക്കണം. എക്സാമ്പിൾ വേണോ? നമ്മൾ നേരത്തെ കണ്ട അതേ സെന്റൻസ് തന്നെ. ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാർഡ്, നീ നല്ലപോലെ പണിയെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്ക് എന്ത് കിട്ടുമായിരുന്നു? യു മൈറ്റ് ഹാവ്. നമ്മൾ നേരത്തെ മൈറ്റ് ആണ് യൂസ് ചെയ്തത്. ഇവിടെ ഹാഡ് പ്ലസ് V3 ആയതുകൊണ്ട് നമ്മൾ മൈറ്റ് ഹാവ് എന്നുള്ളതാണ് യൂസ് ചെയ്യുന്നത്. യു മൈറ്റ് ഹാവ് ഗോട്ട് എന്നുള്ളതാണ്, കാരണം നമുക്ക് ഇവിടെ V3 വേണം. യു മൈറ്റ് ഹാവ് ഗോട്ട് പ്രൊമോഷൻ എന്നുള്ളതായിട്ട് മാറും. സോ ഈ മൂന്ന് ടൈപ്പേ ഉള്ളൂ, ഇങ്ങനെ വരുള്ളൂ. എത്ര ട്രിക്കി ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാലും ഈ 3 ഫോർമാറ്റ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പുഷ്പം പോലെ ആ മാർക്ക് വാങ്ങിച്ചെടുക്കാം. എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാലോ. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ്. അതിന് മുന്നേ ഞാനൊന്ന് സമ്മറൈസ് ചെയ്ത് തരാം. V1 നമ്മുടെ ഇഫ് ക്ലോസിൽ V1 എന്ന് കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യേണ്ട ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് വില്ല്, ക്യാൻ, ഷോള്, മൈറ്റ്, മേ. അതിന്റെ കൂടെ വരേണ്ട വെർബ് എന്ന് പറയുന്നത് V1 ഇനി ഇഫ് ക്ലോസിൽ നമുക്ക് കിട്ടിയത് V2 ആണെന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസിൽ വരുന്ന ഓക്സിലറി വെർബ് വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ് അതിന്റെ കൂടെയും വെർബിന്റെ ഫസ്റ്റ് ഫോമിലായിരിക്കും. ഇനി നമുക്ക് ഇഫ് ക്ലോസിൽ നമുക്ക് കിട്ടിയത് ഹാഡ് പ്ലസ് V3 ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യേണ്ട ഓക്സിലറി വെർബ് വുഡ് ഹാവ്, കുഡ് ഹാവ്, ഷുഡ് ഹാവ്, മൈറ്റ് ഹാവ് അതിന്റെ കൂടെ യൂസ് ചെയ്യേണ്ട വെർബ് എന്ന് പറയുന്നത് V3 ആണ്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എക്സാമ്പിളോടെ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് വിത്ത് റൈറ്റ് ഫോം ഓഫ് ദ വേർബ്സ് given in bracket. If United Nations dash stop the war between two countries beforehand, so many children and the old would not have suffered from hunger and cold. ശ്രദ്ധിച്ചോ, ഇവിടെ ഒരു കോമ ശ്രദ്ധിച്ചോ. ഈ കോമയ്ക്ക് ശേഷം നമ്മൾ എന്താ കണ്ടത്? വുഡ് ഹാവ് കണ്ടു. അതായത് അതിന്റെ അർത്ഥം മൂന്നാമത്തെ ഫോമിലാണ് അതിരിക്കുന്നത്. മൂന്നാമത്തെ ഫോമായത് ഹാഡ് പ്ലസ് V3 ഉള്ളത്. മൂന്നാമത്തെ ഫോമിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയത് മെയിൻ ക്ലോസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് ക്ലോസിൽ എന്തായിരിക്കും വരേണ്ടത്? അവിടെ ഹാഡ് പ്ലസ് V3 അല്ലേ വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? ഹാഡ് സ്റ്റോപ്ഡ് എന്നുള്ളതായിട്ട് മാറും. രണ്ടാമത്തെ സെന്റൻസ് നോക്കിയോ. ഇഫ് ദ സിറ്റുവേഷൻ കണ്ടിന്യൂസ് ദ സെയിം ടു മെനി ലൈവ്സ് ഡാഷ് ലൂസ് എന്നുള്ളതാണ്. ഇവിടെ നമുക്കില്ലേ ഇഫ് ക്ലോസിൽ കിട്ടിയിരിക്കുന്നത് V1 കണ്ടിന്യൂസ് V1 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഓക്സിലറി വെർബ് എന്തായിരുന്നു? വില്ല്, ക്യാന്, ഷോള്, മേ അല്ലേ. നമുക്ക് വില്ല് യൂസ് ചെയ്യാലോ. വിൽ ലൂസ് എന്നുള്ളതായിട്ട് മാറും. സിമ്പിൾ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയോ. ഇതും കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളതാണ്. എക്സാം ഇസ് ഫാസ്റ്റ് അപ്രോച്ചിങ് ആൻഡ് യു വിൽ കോൺഫിഡന്റ് ബട്ട് യു കം ടു നോ ദാറ്റ് യുവർ ഫ്രണ്ട് ഈസ് ഇൻ ഡിസ്പയർ ആൻഡ് മേ സ്കിപ്പ് ദി എക്സാം. നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി പോകണം, നിങ്ങൾ കോൺഫിഡന്റ് ആണ്, പക്ഷെ നിങ്ങൾ അറിഞ്ഞു നിങ്ങളുടെ ഫ്രണ്ട് അത്ര കോൺഫിഡന്റ് അല്ല, അവൻ ചിലപ്പോൾ എക്സാം സ്കിപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആസ് എ ട്രൂ ഫ്രണ്ട് യു വിഷ് ടു ഹെൽപ്പ് ഹിം വിത്ത് ഗുഡ് അഡ്വൈസ്. Prepare 2 pieces of advice using the expressions given to help him solve this problem. അവൻ എക്സാം എഴുതാൻ വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല. ഒരു നല്ല സുഹൃത്ത് എന്നുള്ളതിൽ 2 ഉപദേശം കൊടുക്കാനാണ് ഇവിടെ പറയുന്നത്. സോ നോക്കിക്കോ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇഫ് യു വർക്ക് ഹാർഡ് ഡാഷ്. ഇവിടെ ഇഫ് ക്ലോസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇഫ് ക്ലോസിൽ കിട്ടിയിരിക്കുന്നത് നമുക്ക് V1 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഓക്സിലറി വെർബ് എന്തായിരിക്കണം? മേ, വില്ല്, ക്യാന്, ഷോൾ ആയിരിക്കണം. ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നീ നല്ലപോലെ പണിയെടുത്താൽ നിനക്ക് നല്ല മാർക്ക് കിട്ടുമെന്ന് എഴുതാം അല്ലേ. സോ യു ക്യാൻ സ്കോർ വെൽ, നിനക്ക് നല്ല പോലെ മാർക്ക് വാങ്ങിക്കാൻ പറ്റുമെന്ന് എഴുതാം. ഇഫ് ഐ വെർ യു, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നാണ്. ഇഫ് ഐ വെർ യു എന്താണ്? ഞാൻ ഒരിക്കലും ഈ എക്സാം സ്കിപ്പ് ചെയ്യില്ല എന്ന് പറയാം. സോ വേർ എന്നുള്ളത് എന്താണ്? V2 അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ട ഓക്സിലറി വെർബ്, മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യേണ്ട ഓക്സിലറി വെർബ് എന്തായിരിക്കണം? വിൽ, വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് ആയിരിക്കണം. ഇവിടെ നമുക്ക് എന്ത് ചെയ്താം? ഐ വുഡ് നോട്ട് സ്കിപ്പ്. V1 കാരണം എന്താ? ഇത് V2 നമ്മുടെ സെക്കൻഡ് ഫോമിലാണ്. നമ്മുടെ യൂസ് ചെയ്ത ഓക്സിലറി വെർബിന് ശേഷം നമ്മൾ V1 സ്കിപ്പ് ദി എക്സാം എന്നുള്ളതായിട്ട് മാറും. ഒരു ചോദ്യം കൂടെ നോക്കിയിട്ട് നമുക്കിത് റാപ്പ് ചെയ്യാം. ഇഫ് യു ഇൻവൈറ്റ് ഹർ ഷീ വില്ലാണോ വുഡാണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇൻവൈറ്റ് എന്ന് പറയുന്നത് V1 അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഓക്സിലറി വെർബും എന്തായിരിക്കണം?
വില്ല്, ഷോള്, ക്യാന് അല്ലെങ്കിൽ മേ ആയിരിക്കണം. അതുകൊണ്ട് ഇവിടെ എന്ത് വരണം? ഷീ വിൽ കം എന്നുള്ളതായിട്ട് മാറും. സോ ഇത്രയേ ഉള്ളൂ ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. ഈ ഒരു 10 മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 2 മാർക്ക് പോകില്ല. ട്രിക്കി ആയിട്ട് ചിലപ്പോൾ ഒരു വാക്കൊക്കെ തെറ്റിച്ചു കഴിഞ്ഞാൽ മാർക്ക് പോകാറുള്ള ഒരു ചോദ്യമാണ് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. സോ ഇപ്പൊ നിങ്ങൾക്ക് അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. സൈനിങ് ഓഫ്. താങ്ക് യു.